വേദനയോടുകൂടി തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, ഒളിച്ചു വെക്കുന്നില്ല. ഇന്നിപ്പോ ഒരു ബിജു തുലാപ്പള്ളി കാട്ടാനയുടെ കുത്തേറ്റ് മരിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എത്തിച്ചോണ്ടിരിക്കുന്നു. ഷോൺ അവിടെ പോയിട്ടാണ് ഇവിടെ വന്നത്. എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, ഞാൻ ഇങ്ങോട്ട് വന്നോ. ഈ ഒരു 8 വർഷം കൊണ്ട് പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്രം 170 കൂടുതൽ ആളുകൾ കാട്ടുമൃഗങ്ങളുടെ മൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ കൊല്ലപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള മാന്യത പോലും പിണറായിക്കില്ല എന്നല്ല, അയാളുടെ ഈ കാശില്ല കൊടുക്കാൻ. അതിലും കടുകൈ കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഈ നാടിനെ പ്രതിനിധീകരിച്ചിരുന്ന ആന്റോ ആന്റണി MP, ആ മാന്യനിപ്പോ അവിടെ മരിച്ചുപോയ ബിജു തുലാപ്പിള്ളയുടെ വീട്ടിൻ്റെ അവിടെ സത്യാഗ്രഹം ഇരിക്കുക. ബോധമുണ്ടോ ഇവനൊക്കെ? നിങ്ങൾ പറയും. 15 കൊല്ലമായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ നമ്മുടെ അംഗീകാരത്തോടുകൂടി പോയി സംസാരിക്കാൻ അവസരം ലഭിച്ച ആന്റോ ആന്റണി ഈ കേരളത്തിലെ, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ, പ്രത്യേകിച്ച് ശബരിമല അയ്യപ്പന്റെ നാട്ടിലെ, പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലെ പാവപ്പെട്ട കൃഷിക്കാരും പാവപ്പെട്ട തൊഴിലാളികളും എത്രയോ വേദനിക്കുന്ന അനുഭവങ്ങളാണ് കാട്ടുമൃഗങ്ങളെ ശല്യം കൊണ്ടുണ്ടായിട്ടുള്ളത്. ഒരു വാക്ക് പാർലമെന്റിൽ പറയാനുള്ള മര്യാദ ആന്റോ ആന്റണിക്കുണ്ടായോ? നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ അയാൾ വന്നിരിക്കുക സത്യാഗ്രഹിക്കാൻ കരഞ്ഞുകൊണ്ട്. കാലെ പിടിച്ചടിക്കണം ഇവരെയൊക്കെ. എൻ്റെ അഭിപ്രായം അതാണ്. കാലെ പിടിച്ച് മര്യാദ വേണ്ടത്. അയാൾ എന്തിനു കുത്തിയിരിക്കുന്നു? ഉണ്ടല്ലോ ഒത്തിരി, 15 കൊല്ലത്തെ സേവനമല്ലേ ഒട്ടല്ലോ. അതിന് കണക്കൊന്നും ആരോപണം പറയുന്നത് ശരിയില്ലാത്തതോട് പറയുന്നില്ല. പക്ഷേ ഒരു 5-10 ലക്ഷം രൂപ കൊണ്ടുപോയി ആ ബിജു തുലാപ്പള്ളി എന്ന് പറയുന്ന ആ പാവപ്പെട്ട മനുഷ്യന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ആന്റോ അതിനെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അന്തരിച്ച ബിജു തുലാപ്പള്ളിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. നന്മയുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ LDFും UDFും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മളെ കളിയാക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഇവിടെ UDFുകാരൻ പറയുന്നത് എന്താ? LDFും BJP ആയിട്ട് ഒളിച്ചു കച്ചവടമാണെന്ന് പറയും. LDFുകാരൻ പറയുന്നത് എന്താ? UDFും BJP ആയിട്ട് ഒളിച്ചു കച്ചവടമാണെന്ന് പറയും. യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? LDFും UDFും ഒളിച്ചു കളിച്ച് നമ്മളെ ഒറ്റപ്പെടുത്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? എൻ്റെ ചോദ്യം അതാണ്. ഞാൻ വളരെ വിനയത്തോടെ നിങ്ങളോട് പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ, ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പല്ല, ഈ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണെന്ന് നിങ്ങൾ ഓർക്കണം. അല്ലാതെ വോട്ട് മേടിക്കാൻ വേണ്ടി മാത്രമല്ല, ജയിക്കാൻ ആവശ്യമായ വോട്ടുകൾ നേടിയെടുത്തേ തീരൂ എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് നമ്മൾ മത്സര രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് വളരെ വിനയത്തോടുകൂടി ഞാൻ പറയുന്നു, വിട്ടുവീഴ്ചയില്ലാതെ പറയുന്നു, നിങ്ങൾ 25-ാം തീയതി വരെ ഉറങ്ങാൻ പാടില്ല. 26-ാം തീയതി വോട്ട് ചെയ്യിച്ച് കഴിഞ്ഞ് നിങ്ങൾ സുഖമായി ഒരു 4 ദിവസം കിടന്ന് ഉറങ്ങിക്കോ, എനിക്കൊരു എതിരുമില്ല. തീർച്ചയായും നിങ്ങളെല്ലാവരും വീട് കയറണം. രാഷ്ട്രീയ പ്രവർത്തനം ഞാൻ പറഞ്ഞു തരേണ്ടതില്ല, നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് BJP RSS ഉൾപ്പെട്ട നല്ലവരായ ചെറുപ്പക്കാരികളും അഹോരാത്രം പണി ചെയ്യാൻ തയ്യാറായാൽ മിസ്റ്റർ അനിൽ ആന്റണി ഈ പത്തനംതിട്ട നാടിന് വേണ്ടി, നമുക്ക് വേണ്ടി സംസാരിക്കാൻ, മോദിജിക്ക് വേണ്ടി കൈപൊക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവും. ഒരു സംശയമുണ്ട്. പക്ഷെ നിങ്ങളതിന് തയ്യാറുണ്ടോ? അതാണ് ഇവിടുത്തെ ചോദ്യം. നിങ്ങളതിന് തയ്യാറുണ്ടോ? തയ്യാറുണ്ടെങ്കിൽ നടക്കാൻ പോവുക. അത് യാതൊരു സംശയം വേണ്ട. ആ നിലയിലേക്കുള്ള പ്രവർത്തനം നമുക്കുണ്ടായേ മതിയാവും. ഇവിടെ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ലെന്ന് പറഞ്ഞല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്നത്തെ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുന്നത് നല്ലതാണ്. ഞാൻ പറയും എപ്പോഴും, പിണറായി സർക്കാർ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള വിധ്വംസക രാജ്യവിരുദ്ധ ശക്തികളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. പിണറായി വിജയനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇത് ശരിയായ നടപടിയല്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പലർക്കും സംശയമായിരുന്നു.
ബഹുമാനപ്പെട്ട കോൺഗ്രസ് പാർട്ടിയാണല്ലോ ഇവിടെ ഇപ്പോ ഈ രാജ്യം നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അവരിന്ന് ചെയ്തു വെച്ച എന്താ? ആ പോപ്പുലർ ഫ്രണ്ട് പാർട്ടിയുടെ ആ വിധ്വംസക കക്ഷികളെ ഇന്ത്യ രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യദ്രോഹപരമായ നടപടി സ്വീകരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ആ സംഘടനയെ നിരോധിച്ചു കഴിഞ്ഞപ്പോ അതിന് ആളുകൾ ചേക്കേറിക്കുന്ന SDPI എന്ന് പറയുന്ന സംഘടന ഇന്ന് ഉച്ചയായപ്പോ കോൺഗ്രസുമായിട്ട് തോളെ കൈയിട്ട് മുന്നണി ഉണ്ടാക്കി. അറിഞ്ഞായിരുന്നോ? ഉണ്ടാക്കി പോരെ? ആരാ? SDPI കോൺഗ്രസ് സഖ്യം ഔദ്യോഗികമായി എറണാകുളത്ത് പ്രഖ്യാപിച്ചിരിക്കുക. മതിയോ?